ഓക്കെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ? എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ? എല്ലായിടത്തും നല്ല തകർത്ത മഴയൊക്കെ പെയ്യുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ സ്വന്തം റസാഖ് സാറിന്റെ സെഷനാണ് വരുന്നത്. ഇന്നത്തെ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നോൺ ഡ്രഗ് ട്രീറ്റ്മെന്റ്. ഒരുപാട് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതൊരു നോൺ ഡ്രഗ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് റസാഖ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ റസാഖ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. ഷൈനി, റോസ്ലിമൻ, ഷീജ, ദിവ്യ, രഞ്ജിത്ത്, സുനിൽ സാറ്, ഷൈനിമ, മനോജ്, കൃഷ്ണമൂർത്തി സാറ്, ഷരീഫ. എന്തായാലും നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ആ ഒരു ആളുകൾ തന്നെ ഉള്ളു. പുതിയ ആളുകൾ ആരും വന്നിട്ടില്ല അല്ലേ? ഒരു പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മളെ ഗ്രൂപ്പിലൊക്കെ കുറച്ച് സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റ് കാണുന്നുണ്ട് അല്ലേ? നൗഫൽ സാറ്, മണി സാറ് ഒക്കെ ഒന്ന് രംഗത്തേക്ക് വരണം കുറച്ചുകൂടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, മണി സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്, നൗഫൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുന്ന ആളാണ്, സുനിൽ സാർ എടുക്കുന്ന ആളാണ്. പുതിയതായിട്ട് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവരും എന്നാൽ എന്ത് വിഷയം എടുക്കണം എന്ന് അറിയാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാം. എന്താ ഞാൻ പറയാം, ക്ലാസ് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെ ഇപ്പൊ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വിഷയത്തെ ഞാൻ എടുക്കും എന്നറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാം. ആർക്കും ആഗ്രഹമില്ലേ? വരുന്നുണ്ടല്ലോ. മനോജിന് താല്പര്യമുണ്ട്. ഷീല മാം പിന്നെ ക്ലാസ് എടുക്കുന്ന ആളാണ്. വിഷയം കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. ദിവ്യ മാമിന് വിഷയം കിട്ടാത്ത പ്രശ്നമാണ്. പിന്നെ ഷീനക്ക് താല്പര്യമുണ്ട് അല്ലേ? വിൻസൻ സാറ്. എന്നാലും എന്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള വിഷയം കിട്ടിയിട്ടുണ്ടാവും. എന്റെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു വിഷയം എങ്ങനെ സംഘടിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒരുപാട് ട്രീറ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മരുന്ന് ഉപയോഗിക്കാതെ ചികിത്സിക്കുന്ന ഒരുപാട് ചികിത്സകൾ നമുക്ക് അറിയാത്തത് ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ? അറിയുന്നത് തന്നെ കുറെ നമ്മൾ ചർച്ച ചെയ്തതിന് വിഷയങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് തലക്കെന്ന് ഇങ്ങനെ നോക്കാം. ഒരു 4-5 നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, റെഡിയാണോ? കേൾക്കാൻ റെഡിയാണോ? അതോ ഉറങ്ങിപ്പോയോ? ഓക്കെ, എന്നാ നോക്കുക. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്. ഇത് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആരോമ തെറാപ്പി കേട്ടിട്ടുണ്ട്. ഇതൊരു വിശ്രമം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് വിശ്രമിക്കുക എന്നുള്ളത്. വിശ്രമിക്കാഞ്ഞാൽ പല രോഗങ്ങളും വരും. അപ്പൊ വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ആരോമ തെറാപ്പി? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാത്തൊരു വളരെ കുറവായിരിക്കും. ഓയില് രൂപത്തിലോ സ്പ്രേ, പെർഫ്യൂം അങ്ങനെയൊക്കെ. പെർഫ്യൂം ഉപയോഗിച്ചിട്ട് അതായത് നമ്മള് പിന്നെ ഊത്, അതുപോലെ തന്നെ ചന്ദനം,
ഇതുപോലുള്ള പെർഫ്യൂമിന് പ്രത്യേകത ഉണ്ട്. നല്ല ഒറിജിനൽ ഊത്, ഒറിജിനൽ ചന്ദനത്തിന്റെ ഒക്കെയാണ് പെർഫ്യൂം ആണെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. ഉപയോഗിച്ച് നോക്കിയാണ്ടി, ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. മാനസികമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കിട്ടാം. വലിയ ഭ്രാന്തിനൊന്നും കൊടുക്കരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇടയ്ക്കിടക്കുന്ന അത്ര പൂശി കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഒന്നാം തരം ചന്ദനം കിട്ടും, അതുപോലെ തന്നെ ഊതും ലഭിക്കും. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അവരൊന്ന് സ്പ്രേ അടിച്ച് അവരുടെ മനസ്സ് ശാന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആരോമതെറാപ്പി മനസ്സിലായി ഇല്ലേ? ഏകദേശം രൂപരേഖ കിട്ടിയല്ലോ. നമുക്ക് അത്രേ പറ്റുള്ളൂ, കുറെ രൂപരേഖ കിട്ടിയ സമയം ഉണ്ടാവില്ല. അടുത്തത് ജലചികിത്സ. ഇതും സംഭവം തന്നെയാണ്. രക്തചംക്രമണം, അതായത് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും വെള്ളം ഉപയോഗിക്കുന്ന ഒരു ചികിത്സ. വേദന നിയന്ത്രിക്കുന്നതിനും മറ്റും സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ഇത് സഹായിക്കും. ജലചികിത്സയെ കുറിച്ച് അറിയുന്നവരറിയാം? ജലചികിത്സ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. എനിമ എന്ന് കേട്ടിട്ടുണ്ടോ? ജലചികിത്സ അല്ലേ? ഒരു മൂക്കിലൂടെ ജലം ഒഴുക്കിയിട്ട് അടുത്ത മൂക്കിലൂടെ വരുന്ന രീതി പ്രയോഗിച്ചിട്ടുണ്ടാണെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. വേറെ ജലചികിത്സ ചെയ്തവരാരാ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോ നമ്മൾ വിചാരിച്ചിട്ട് എന്താ വലിയ സംഭവമാണ് നമ്മൾ ചെയ്യുന്ന. നിങ്ങളിൽ പലരും ഇന്ന് ജലചികിത്സ ചെയ്തു വന്നവരുണ്ട്. ഒന്ന് എസ് ടൈപ്പ് ചെയ്ത് ഇന്ന് ജലചികിത്സ ചെയ്തവര്. കുളിയല്ലേ? അതെ, യെസ്, കുളി. രാവിലത്തെ കുളി ജലചികിത്സയാണ്. എങ്ങനെയാണെന്ന് ആർക്കും വിശദീകരിക്കാമോ? എങ്ങനെയാണ് ജലചികിത്സ ആകുന്നത് രാവിലത്തെ കുളി? ഒന്ന് വിശദീകരിക്കൂ സാർ, കഴിയോ? ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, ഒന്ന് ഫ്രഷ് ആകുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക. ഓക്കെ. നമ്മുടെ ശരീരത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മളെ തൊലിയിൽ വരുന്ന ഏത് വസ്തുവിനെയും ശരീരം എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. ഈ കളരി ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയാല് കയ്യിന് വേദന എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യാ? ഒരു തൈലം തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് പൊയ്ക്കോള് പറയും. കയ്യിലെ വേദനക്ക് പുറമേ തൈലം തേച്ചാൽ എങ്ങനെ മാറുക? എങ്ങനെ സുഖപ്പെടുക? ആ തൈലത്തെ എന്ത് ചെയ്യണം? ശരീരം ആഗിരണം ചെയ്യണം, അല്ലെ? ആഗിരണം ചെയ്യുമ്പോഴല്ലേ സുഖപ്പെടുന്നത്. അതേപോലെ തന്നെ തൊലിയിൽ വരുന്ന ഏതൊരു വസ്തുവിനെയും ആഗിരണം ചെയ്യാനുള്ള ശക്തി തൊലിക്കുണ്ട്. അങ്ങോട്ട് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ വലിച്ചെടുത്ത് ഓരോ കോശങ്ങളിലും ശുദ്ധമാക്കി ക്ലിയർ ചെയ്തിട്ട് ആ വേസ്റ്റിനെ പുറത്താക്കൂലേ? അപ്പൊ ജലചികിത്സ അല്ലേ രാവിലത്തെ കുളി? ജലചികിത്സയാണ്. കുളിക്കുമ്പോൾ വെള്ളം വലിച്ചെടുക്കൂല ശരീരം? വെള്ളം വലിച്ചെടുക്കും. നിങ്ങൾ നല്ല യാത്ര ചെയ്ത് നല്ല ക്ഷീണിച്ച അവസരത്തില് നിങ്ങൾ കയ്യും മുഖവും മാത്രം കഴുകിയാൽ മതി. കയ്യും മുഖവും കഴുകുകയാണെങ്കിൽ നിങ്ങളെ ക്ഷീണം മാറും. ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും, നല്ല യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട്, കയ്യും മുഖവും മാത്രം കഴുകിയാൽ തന്നെ ക്ഷീണം ഇല്ലാതെയാകും. വെള്ളം കുടിക്കണ്ട. യെസ്, ദിവ്യമ്മ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് സുഖപ്പെട്ടത്? ഈ ക്ഷീണം മാറിയിട്ട് എങ്ങനെ? ശരീരം വെള്ളം വലിച്ചെടുത്തിട്ട്. അതാണ് ഓവറായിട്ട് കുളിക്കാൻ പാടില്ല എന്ന് വൃദ്ധമാസത്തിലൊക്കെ നമുക്കൊരു താക്കീതുണ്ട്, അല്ലേ? കൂടുതൽ സമയം കുളിക്കരുത് എന്ന് വ്രതമാസത്തിൽ താക്കീതുണ്ട്. അതുകൊണ്ടാണ്. കാരണം ശരീരത്തിന് ക്ഷീണം ഇല്ലാതെയാകാൻ സാധ്യതയുണ്ട്. ക്ഷീണിക്കണം അന്ന്, എന്നാലേ ചില സംഭവങ്ങൾ ഓർമ്മ വരുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ജലചികിത്സയും നിങ്ങൾക്കറിയാം, ആരോമതെറാപ്പിയും നിങ്ങൾക്കറിയാം. വേറെ എന്താ നോക്കാം? ഇനി നിങ്ങൾക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ നോക്കാലോ? ഇതറിയോ? ഇതറിയില്ല പറഞ്ഞ അടിയാണ് ഇവിടെ.
ഇത് ധ്യാനം. എന്താ പറഞ്ഞാല് മനസ്സിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിശ്രമിക്കാനും വർത്തമാന നിമിഷത്തെ കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാക്കാനും പരിശീലിക്കുന്ന ഒരു പരിശീലനമാണ്. ഉത്കണ്ഠയ്ക്ക്, വിഷാദം എന്നിവ ഇത് സഹായിക്കും. ധ്യാനം അറിയാത്തവരാരുണ്ടാവില്ല ഈ ഗ്രൂപ്പിൽ. ധ്യാനം അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിലനിൽപ്പില്ല, അല്ലെ? ധ്യാനം അറിയാത്തവർക്ക് ഈ ഗ്രൂപ്പിൽ നിലനിൽപ്പില്ല. കാരണം ഇതിന്റെ മെയിൻ ഉദ്ദേശം ധ്യാനത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്, ധ്യാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഗ്രൂപ്പിൽ ബിമാജിക്കിന്റെ ഗ്രൂപ്പിലവിടെ കയറി ഇരുന്നിട്ട് രാവിലത്തെ മെഡിറ്റേഷനിലും ക്ലാസ്സിലും പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഗ്രൂപ്പിൽ വേറൊന്നും കൊടുക്കണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മണി സാർ എന്തെങ്കിലും കൊടുത്തയക്കുന്നുണ്ടോന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. മണി സാർ ചിലപ്പോൾ പാക്കേജ് ആയിട്ട് കൊടുത്തയക്കുന്നുണ്ടാവും. അപ്പോ ധ്യാനത്തെ പ്രോത്സാഹിപ്പിക്കുക. ധ്യാനം മനുഷ്യനെ മാറ്റിമറിക്കാനുള്ള ഒരു അത്ഭുത സിദ്ധിയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിച്ച് ചെയ്യാം. ഓക്കെ. മറ്റൊന്ന് വേറൊന്ന് നോക്കുക. നമുക്ക് അത്ര പരിചയപ്പെടുത്തി പോകാനേ സമയമുള്ളൂ, എല്ലാവർക്കും അറിയാലോ. ഇനി നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു വിഷയമാണിത്, യോഗ. ഇതൊരു തെറാപ്പിയാണ്, ചികിത്സയാണ്. പുരാതന ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു ശാരീരിക, മാനസിക, ആത്മീയ പരിശീലനമാണ്. വിശ്രമം, ശരീരത്തിന് വഴക്കം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് പലപ്പോഴും ഉപയോഗിക്കുന്നു. ഇതും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് ഇത് സഹായിക്കും. ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് യോഗ അല്ലെങ്കിൽ യോഗ തെറാപ്പി. യോഗ ചെയ്യുന്നവർ ഒരുപാടുണ്ട്. യോഗ ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോ ചലഞ്ചിലൊക്കെ വരുന്നത് കാണാം. ചില ആളുകൾ യോഗ ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ജിമ്മിൽ പോകുന്നുണ്ട്. എന്തായാലും യോഗ അറിയാത്തവർ വളരെ കുറവായിരിക്കും നമ്മളെ ഗ്രൂപ്പിൽ, അല്ലെ? യോഗ അറിയാത്തവർ കുറവായിരിക്കും. യോഗയും ധ്യാനവും ഒക്കെ അറിയും. നെക്സ്റ്റ്, ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള സംഭവം തന്നെ കേട്ടോ ഈ പറയുന്നതൊക്കെ. ഇനി ഇതറിയോ? CBT എന്നൊരു തെറാപ്പി ഉണ്ട്. ഇതൊരു സൈക്കോ തെറാപ്പിയാണ്, ഒരു തരം സൈക്കോ തെറാപ്പി. നെഗറ്റീവ് ചിന്താരീതികളും പെരുമാറ്റ രീതികളും തിരിച്ചറിയാനും മാറ്റാനും വ്യക്തികളെ സഹായിക്കുന്ന ഒരു തരം സൈക്കോ തെറാപ്പി. ഇത് സാറൊക്കെ എടുത്തുണ്ട്. ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു തെറാപ്പിയാണ്. ഓക്കെ. വേറെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു തെറാപ്പിയാണിത്. ഇത് പരിചയമില്ലാത്തവരാരുണ്ടാവില്ല. മസാജ് തെറാപ്പി. രക്തചംക്രമണം, അതായത് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് പേശികളെ ബന്ധിത ടിഷ്യൂകൾ പോലുള്ള മൃദുവായ ടിഷ്യൂകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാനുവൽ തെറാപ്പിയാണ്. ശരീരത്തിന്റെ വേദനയും മനസ്സിന്റെ സമ്മർദ്ദവും ഒക്കെ ഒഴിവാക്കാൻ, നല്ലൊരു ഉറക്കം ലഭിക്കാനൊക്കെ ഇത് സഹായിക്കും. നല്ലൊരു സുഖം ഉണ്ടാവും മസാജ് തെറാപ്പി ചെയ്താൽ. മസാജ് തെറാപ്പി ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും മസാജ് തെറാപ്പി ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മസാജ് തെറാപ്പി ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അതിനുള്ള അവസരമാണ്. എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ട് ചെയ്യാം. ചെറിയ പൈസ ഉള്ളൂ, ഒരു 1000 അല്ലെങ്കിൽ 1000ന്റെ താഴെ ചാർജ് വരുള്ളൂ. ഒരു ദിവസം മസാജ് തെറാപ്പി ചെയ്യണം. ഒരു ദിവസമല്ല, 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ ഒക്കെ ചെയ്യാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം തന്നെങ്കിലും ഇപ്പൊ അതിനുള്ള സമയമാണ്, അല്ലേ? ഉഴിച്ചില്, അതിനാണ് മസാജ് തെറാപ്പി ഉണ്ട്. നല്ല ആ നാഡി ഞരമ്പുകളൊക്കെ ഒന്ന് തൈലം തേച്ച് ഒന്ന് ഒഴിഞ്ഞ് മസിലൊക്കെ ഒന്ന് ശരിയാക്കി, അല്ലേ? ആ ഒരു വർഷത്തിലൊരിക്കൽ ഒഴിച്ചിലേൽക്കുന്ന ശരീരത്തിൽ നിന്ന് ഗരുഡനെ കണ്ട സർപ്പത്തെ പോലെ രോഗം ഓടി ഒളിക്കും എന്നാണ് ശാസ്ത്രം. അപ്പൊ അത് വേറെ ശാസ്ത്രം. അപ്പൊ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കും. കാരണം എന്താണ്, അതിന്റെ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. അടുത്തത് നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് ഹിപ്നോതെറാപ്പി. ഇതും വിശ്രമം പ്രോത്സാഹിപ്പിക്കും,
സമ്മർദ്ദം കുറക്കും, പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് ഹിപ്നോസിസ് ഉപയോഗിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, മറ്റ് മാനസിക ആരോഗ്യ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സഹായിക്കും. പൊതുവെ ഹിപ്നോട്ടിസത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്, കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്കറിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഉദാഹരണം നമ്മൾ ചർച്ച ചെയ്ത റൈക്കി, പ്രാണിക് ഹീലിംഗ്, ഇങ്ങനെ നിരവധി ചികിത്സാ രീതികൾ ഔഷധങ്ങളില്ലാതെ ചികിത്സിക്കുന്ന സംഭവങ്ങളുണ്ട്, ഒരു മരുന്നും ഉപയോഗിക്കാതെ. ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഇതറിയാത്തവരുണ്ടോ? അക്യുപഞ്ചർ. ഇതില് രോഗശാന്തി, സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ 5 എലമെന്റിന്റെ സന്തുലിതാവസ്ഥ, ഇതാണ് കാര്യമായിട്ട് അക്യുപഞ്ചറിൽ നടക്കുന്നത്. പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലെ പ്രത്യേക ബിന്ദുക്കളിൽ നേർത്ത സൂചികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്ര സാങ്കേതിക. വേദന നിയന്ത്രിക്കുന്നതിനും സമ്മർദ്ദം ഒഴിവാക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ഇത് സഹായിക്കും. ഇതാണ് അക്യുപഞ്ചർ ചികിത്സ. ഇതിന്റെ കുറെ സംഭവങ്ങളുണ്ട്. അക്യുപഞ്ചർ, അക്യുപ്രഷർ, ലീഫ് തെറാപ്പി, സുജോക്ക്, ഇതിന്റെ പിന്നിൽ കുറെ ചികിത്സാ രീതികൾ വേറുണ്ട്. കളർ തെറാപ്പി, അങ്ങനെ കുറെ തെറാപ്പികൾ അക്യുപഞ്ചറിന്റെ ബേസ് ബന്ധപ്പെട്ട് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചികിത്സാ രീതിയാണ് മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും, മ്യൂസിക് തെറാപ്പി, മ്യൂസിക് കേട്ടിട്ട് രോഗം സുഖപ്പെടുന്ന രീതി ഉണ്ട് ഇല്ല? ആരെങ്കിലും പഴയ കാലത്ത് സർഗം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? സർഗം എന്ന സിനിമ കണ്ടവരൊന്ന് എസ് ടൈപ്പ് ചെയ്ത്. സർഗം പഴയ ഫിലിമാണ്. ഷീജ ചെയ്തിട്ടുണ്ട് സർഗം. വിനീതിന്റെ, അതേപോലെ തന്നെ മനോജ്. സർഗത്തിലുണ്ട് മ്യൂസിക് തെറാപ്പി, അതായത് സംഗീതം ആലപിച്ച് രോഗം സുഖപ്പെടുത്തുന്ന രീതി. എന്താണ് ഇപ്പൊ പെണ്ണിന്റെ പേര്? അവരാണ് ഇത്. രംഭയല്ലേ? രംഭ. രംഭക്കാണ് അസുഖം മാറുന്നതായിട്ട് അതിൽ അഭിനയിക്കുന്നത്. അപ്പൊ അവരൊരു ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഫിലിം കാണിക്കേണ്ട പ്രശ്നങ്ങൾ, അതായത് ലവ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഇല്ലാതായി. അവരുടെ രാജഭരണ കാലത്ത് അങ്ങനെയൊക്കെയാണ്, അന്നത്തെ ഒരു രാജഭരണ കാലത്ത് കഥയാണ് അവർ പറയുന്നത്. അപ്പോ അവരെ വേർതിരിച്ചു, അങ്ങനെ മറ്റൊരു കല്യാണം കഴിക്കുന്നു, അവര് രോഗിയായി മാറുന്നു, അല്ലെ? ആത്മഹത്യ ഭർത്താവ് ആത്മഹത്യ ചെയ്യും, അങ്ങനെ ഇവള് രോഗിയായി മാറാണ്. ഇവർക്ക് സ്ട്രോക്ക് സംഭവിക്കുകയാണ് ഉണ്ടാവേണ്ടത്, തളർച്ച സംഭവിക്കും. ആ തളർച്ച മാറുന്നത് എന്തുകൊണ്ടാണ്? മ്യൂസിക് കൊണ്ടാണ്. അങ്ങനെ ഫിലിമിലുണ്ട്. നേർക്കുനേറുള്ള മ്യൂസിക് തെറാപ്പികൾ ഇഷ്ടം പോലെ മ്യൂസിക് തെറാപ്പി സെന്ററുകൾ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. കോഴിക്കോടുണ്ട്. മ്യൂസിക് കേൾപ്പിക്കുക, രോഗം സുഖപ്പെടുത്തുക. അപ്പൊ മനുഷ്യന് രോഗം സുഖപ്പെടാൻ ഔഷധങ്ങൾ വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഓക്കെ, ഒരുപാട് ചികിത്സാ രീതികൾ. ഒരു ഔഷധവും ഇല്ലാതെ മനുഷ്യന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന. യഥാർത്ഥത്തിൽ ഈ രോഗം ചികിത്സ എന്ന് പറയുമ്പോൾ, രോഗം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ രോഗം എന്ന് പറയുന്നത് ശരീരത്തിലെ വേസ്റ്റുകൾ, ആ വേസ്റ്റുകൾ പുറന്തള്ളാൻ ശരീരം കാണിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രോഗം എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പോ അതിനെ തെറ്റാണ് അല്ലേ? അതിനെ തെറ്റാണ്. അപ്പോ ഈ സന്തുലിതാവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തു കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം രോഗമായി മാറുകയും അതിനെ സമന്വയിപ്പിച്ച് നിർത്തുമ്പോൾ രോഗം സുഖപ്പെടുകയും ചെയ്യും. അപ്പൊ അതിന് ഏതെല്ലാം മാർഗങ്ങൾ, മ്യൂസിക് കൊണ്ടോ അതല്ലെങ്കിൽ
അക്യുപഞ്ചർ കൊണ്ടോ ഹിപ്നോട്ടിസം കൊണ്ടോ റേക്കി കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഫ്ലവർ ഉപയോഗിച്ച് ചിലർക്ക് ചില വാസനകൾ സുഗന്ധങ്ങൾ രോഗം സുഖപ്പെടുത്തും. ചില കാഴ്ചകള് ഫ്ലവർ തെറാപ്പി ഒക്കെ ഉണ്ട്. കാഴ്ചകള് പലതരം പൂക്കളെ കണ്ടിട്ടുള്ള രോഗം സുഖപ്പെടുത്തുന്നത്. അതിന് കളർ തെറാപ്പി എന്ന് പറയുന്നതും അതിന്റെ മറ്റൊരു രൂപമാണ്. ശരീരത്തിൽ കളർ അപ്ലൈ ചെയ്തിട്ട് നീല പച്ച കളർ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് രോഗം സുഖപ്പെടുത്തുന്ന രീതി. ഇങ്ങനെ നിരവധി ചികിത്സാ രീതികൾ, ഔഷധങ്ങളില്ലാത്ത ചികിത്സാ രീതികളുണ്ട്. എന്തല്ലേ നമുക്ക് പരിചയമുണ്ട് ഈ ഇതൊക്കെ നമുക്ക് അറിയാം, ഇങ്ങനെ തെറാപ്പികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. അതിന്റെ കാരണം എന്താ അറിയോ? നമുക്ക് സമയമില്ലാഞ്ഞിട്ടാണ്. രാവിലെ വന്ന അസുഖം 10 മണിയാകുമ്പോഴേക്കും സുഖപ്പെടണം എന്ന ചിന്താഗതി കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഔഷധങ്ങളില്ലാത്ത ചികിത്സയെ കുറിച്ച് ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറഞ്ഞില്ല എന്ന് പറയണ്ട. ആർക്കെങ്കിലും ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിഷയം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാകും. അത് മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്ത്. ഈ ലാസ്റ്റ് മുമ്പൊരു ചൊല്ലുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കൊടട്ടുടച്ചു. ബഷീർ സാറിന് മനസ്സിലായി എങ്ങനെ ഈ ക്ലാസ് എടുത്തത്. വേറെ ആർക്ക് മനസ്സിലായി? വേറെ ആർക്കാ മനസ്സിലായത്? വേറെ ആർക്കാ മനസ്സിലായത്? എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ വിഷയം എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായ? മണി സാറിന് മനസ്സിലായി. ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ട്, അവർക്ക് വിഷയമില്ലാഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. എന്താണ് അറിയോ? ജെമിനിയോട് ചോദിച്ചതാണ്. ജെമിനിയോട് ചോദിച്ചു, ലോകത്ത് ഔഷധങ്ങളില്ലാത്ത ചികിത്സകൾ ഏതെല്ലാം? ജെമിനി എന്ത് ചെയ്തു? ഒരു വരിയായിട്ട് എനിക്ക് തന്നു. അത് അതേപോലെ എന്ത് ചെയ്തു? അതേപോലെ കോപ്പി എടുത്തിട്ട് PPT ആക്കി ക്ലാസ് എടുക്കാൻ റെഡിയാക്കി. ഇതേപോലെ നിങ്ങൾക്കും ചെയ്തൂടെ? ആരൊക്കെ യെസ് ടൈപ്പ് ചെയ്ത ആളുകളെ നോട്ട് ചെയ്തേക്കട്ടെ. യെസ് ടൈപ്പ് ചെയ്ത ആളുകളെ നോട്ട് ചെയ്തേക്കട്ടെ. മണിസാറ്, ദിവ്യ മാം, സിന്ധു മാം അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആളാണ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കാൻ റെഡി ആകണം. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? താങ്ക് യു. ഇത്ര ഉള്ള എൻ്റെ ക്ലാസ്. 24 പേര് പങ്കെടുത്തിട്ടുണ്ട്. ആ 24 പേർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ഇത് 26 ആകണം. അതിനുള്ള ശ്രമം എല്ലാവരും ചെയ്യാം. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളെ ബി മാജിക്കിലേക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നിലവിലുള്ള ബി മാജിക്കിലുള്ള മെമ്പർമാരെ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇത് കൂട്ടാൻ ശ്രമിക്കണം. നമ്മളൊരു യാത്രയിലാണ്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലേ? ക്ലാസ് എടുക്കാൻ ടോപ്പിക് ഇല്ലാത്തവർക്കുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം സാറ് പറഞ്ഞതുപോലെ മെഡിസിന് അല്ലെങ്കിൽ മരുന്നില്ലാത്ത എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പറഞ്ഞോളൂ, ആർക്ക് എന്താണ് പറയാനുള്ളത്? മ്യൂസിക് തെറാപ്പി ഉണ്ട് സാറേ. പറഞ്ഞു മ്യൂസിക് തെറാപ്പി പറഞ്ഞു. മ്യൂസിക് തെറാപ്പി പറഞ്ഞോളൂ. അല്ല, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അത് നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു ചിട്ടയായ ജീവിതം നടത്തുക, വ്യായാമം, ഭക്ഷണം, അങ്ങനെ ഒരു ക്രമീകരണം, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ രോഗം വരാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ ഒരു ഉദാഹരണം 70 വയസ്സ് കഴിഞ്ഞ ഞാനാണ്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബഷീർ സാർ പറഞ്ഞ 100% ഗ്യാരണ്ടി. ഞാൻ പറയുന്നു, ജീവിതശൈലി രോഗങ്ങൾ, അതായത് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, ഇത് സ്ട്രോക്ക് അതിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ ഒരുപാട് രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പേര് തന്നെ എന്താണ്, ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്തുണ്ട്? ജീവിതശൈലി മാറ്റണം. ജീവിതശൈലി മാറ്റിയാൽ രോഗം സുഖപ്പെടും, 100% സുഖപ്പെടും. പ്രമേഹം സുഖപ്പെടും, പ്രഷർ സുഖപ്പെടും. സുഖപ്പെടാതെ നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ എന്റെ യൂട്യൂബ് പോയമായി സുഖപ്പെടാത്ത രോഗങ്ങളുടെ രഹസ്യം അതിലുണ്ട് ഇല്ലേ? സുഖപ്പെടാത്ത രോഗങ്ങളുടെ രഹസ്യം യൂട്യൂബിലുണ്ട്. അതൊരു രഹസ്യമാണ്, എന്തുകൊണ്ട് സുഖപ്പെട്ടില്ല എന്നുള്ളത്. സുഖപ്പെടണമെങ്കിൽ ജീവിതശൈലി മാറ്റിയെടുത്താൽ മതി. പ്രമേഹം, പ്രഷറൊക്കെ സുഖപ്പെടും, 100% സുഖപ്പെടും കേട്ടാ. ഓക്കെ, വേറെ? താങ്ക് യു ബഷീർ സാർ. സർ, മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. സർ. ഈ സ്റ്റീം ബാത്ത്, പിന്നെ ഈ മണ്ണ് ചൂടാക്കിയിട്ട് ശരീരത്തിൽ പരത്തിയിട്ടുള്ള ഒരു ഇത്, അതുപോലെ തന്നെ ഈ മുദ്ര ഉപയോഗിച്ചിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് ചുടുവെള്ളം കൊണ്ട് ചെറിയൊരു കുളിച്ചിരുന്നു. അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റീം ബാത്ത്. വെള്ളം ചൂടാക്കുകയാണ് ഇതിലുള്ള ഒരു സ്റ്റൗവില് കുക്കർ വെച്ചിട്ട് ആ കുക്കറിന്റെ നീരാവി ഈ ഒരു ബോക്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ. അത് സ്റ്റീം ബാത്ത്, ഐസ് ബാത്തും ഉണ്ട്. സ്റ്റീം ബാത്ത് വേറുണ്ട്, ഐസ് ബാത്ത് വേറുണ്ട്. തണുപ്പിക്കാനും ചൂടാക്കാനും മാർഗമുണ്ട്. ചില ആൾക്കാർക്ക് ഐസ് ബാത്ത് ആയിരിക്കും കൂടുതൽ മെച്ചപ്പെടുക, ചില ആളുകൾക്ക് സ്റ്റീം ബാത്ത് ആയിരിക്കും. എന്തായാലും നീർക്കെട്ട് കൂടുതലുള്ള ആളുകൾ സ്റ്റീം ബാത്ത് ഒരിക്കലും ചെയ്യരുത്, അത് പണിയാവും. കാരണം നീരിളകാനുള്ളതാണ് സ്റ്റീം ബാത്ത്. ബാക്കിയുള്ള നീർക്കെട്ട് ചെറിയ നീർക്കെട്ടിന് ചെയ്യാം. മണ്ണ് വെച്ചിട്ടുണ്ട്, മണ്ണ് വെച്ചിട്ട് മൺതെറാപ്പി ഉണ്ട്. പഴയ കാലത്ത് നമ്മള് കൃഷി സ്ഥലങ്ങളിലൊക്കെ വയലിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്ക് അറിയാം മണ്ണിന്റെ ഗുണങ്ങൾ എത്രയാണ്. അപ്പൊ അതുപോലെ തന്നെ നല്ല ഇനം മണ്ണാണ്. നല്ല ഇനം മണ്ണ് അത് പിന്നെ ഒരു പ്രത്യേക രീതിയിൽ കുഴച്ചുണ്ടാക്കിയിട്ട് ദേഹത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയാണ് മഡ് തെറാപ്പി എന്നാണ് ഇതിന് പറയാം. മഡ് തെറാപ്പി, മണ്ണ് കൊണ്ടുള്ള ചികിത്സ, ജലം കൊണ്ടുള്ള ചികിത്സ, മണ്ണ് കൊണ്ടുള്ള ചികിത്സ, അഗ്നി കൊണ്ടുള്ള ചികിത്സ, വായു കൊണ്ടുള്ള ചികിത്സ ഒക്കെ ഉണ്ട്. പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ചികിത്സ ഉണ്ട്. ഓക്കെ, വേറെ? അടിപൊളിയായിട്ട് പറഞ്ഞോളി. മനു സാറിന് അറിയാം, ബഷീർ സാർ പറഞ്ഞു. ഏതൊക്കെയാണ് ചെയ്യുന്നത്? നാച്ചുറോപ്പതി ചികിത്സയുള്ളപ്പോ അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ജലചികിത്സയും മഡ് തെറാപ്പിയും സ്റ്റീം ബാത്തും ഒക്കെ ഉള്ളതാണ്. ഓക്കെ, നല്ലതാണ്. താങ്ക് യു. ഈ വേറെ? മഡ് ചികിത്സ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ, നാച്ചുറോപ്പതി ആൾക്കാർ ചെയ്യുന്നില്ലേ? ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, കോട്ടയം. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മൺചികിത്സയും ജഗല ചികിത്സയും ഒക്കെ അവര് ചെയ്യുന്നുണ്ട്. മർമ്മ ചികിത്സയുണ്ട് സാറേ. മർമ്മ ചികിത്സ ഈ മസാജ് തെറാപ്പിയിൽ പെടും ഒരുവിധം. മർമ്മ ചികിത്സകരാണ് മസാജ് തെറാപ്പി. പിന്നെ പഞ്ചകർമ്മ തെറാപ്പി വേറുണ്ട്. നസ്യം, വമനം, വിരേചനം, നസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചകർമ്മ തെറാപ്പി വേറുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെ. കളരി മർമ്മ ചികിത്സ പറഞ്ഞാല് അത് ശരീരത്തിന് അവരൊരു തിയറി എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ ശരീരത്തിന്റെ ഇവിടെ വേദന ഉണ്ടെങ്കിൽ അത് ഈ മർമ്മത്തിലേക്ക് ഇവിടുന്ന് പാസ് ചെയ്യാഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അത് മറ്റു മർമ്മത്തിൽ നിന്ന് ഈ മർമ്മത്തിലേക്ക് പാസ് ചെയ്യാഞ്ഞിട്ടാണ്, അവിടെ തടസ്സം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? തൈലം തേച്ചൊന്ന് ഒയ്യ, അല്ലെങ്കിൽ ആ ഒരു എനർജിയെ അല്ലെങ്കിൽ ആ ജീവനെ ഇങ്ങോട്ട് എത്തിക്കുക. അപ്പൊ രോഗം എന്ന് പറയുമ്പോ മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞില്ലേ നമ്മള്, ജീവൻ സഞ്ചരിക്കുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തടസ്സത്തെ നീക്കം ചെയ്യാൻ ശരീരം കാണിക്കുന്ന പ്രക്രിയയാണ് രോഗം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ജീവൻ സഞ്ചരിക്കാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അപ്പൊ അവിടെ വേദനയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തുള്ള ജീവനെ അപ്പുറത്തേക്ക് കണ്ട് വലിച്ചു നീട്ടി കൊടുത്തിട്ട് തൈലൊക്കെ തേച്ചിട്ട് ഒഴിഞ്ഞ് അവിടേക്ക് എത്തിക്കുക. അതാണ് മർമ്മ ചികിത്സ.
ഓക്കെ. വേറെ അക്യുപഞ്ചർ ഉണ്ട്, അക്യുപഞ്ചർ. പറഞ്ഞു, അക്യുപഞ്ചർ പറഞ്ഞു. പ്രാണിക് ഹീലിംഗ് പറഞ്ഞായിരുന്നു സാറേ. പറഞ്ഞു പ്രാണിക് ഹീലിംഗ്, റൈക്കി, ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്, എന്നാലും ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. വേറെ പറയും. ലാഫിംഗ് തെറാപ്പി. എന്ത്? ലാഫിംഗ് തെറാപ്പി. അത് കേട്ടിട്ടില്ല. ചിരി ചിരി ചിരിക്കണത് തെറാപ്പി, ചിരി, ചിരി ചിരി. ചിരി തെറാപ്പി. ഓക്കെ. സാറേ ചിരി അങ്ങനെ ചികിത്സ തെറാപ്പി ഉണ്ട്. ആ ചിരിക്കല്, അതേപോലെ തന്നെ കരയിലൊരു ചികിത്സയാണ്, അതറിയില്ലേ? കരയുന്ന ചികിത്സ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും കരയുന്ന ചികിത്സ ചെയ്തിട്ടുണ്ടോ? കരഞ്ഞ് സ്ത്രീകളെ എപ്പോഴും ചെയ്യാം. അയ്യോ, കരയുന്ന ചികിത്സ എല്ലാരും ചെയ്തിട്ടുണ്ട്. അമ്മ വടിയെടുത്ത് അടിച്ചാൽ എന്താ ചെയ്യാ? അമ്മ വടിയെടുത്ത് അടിച്ചപ്പോ അത് വടി അടിച്ച ഭാഗം ഉയ്യാണ് ചെയ്തത്. അല്ല, അമ്മ അടിച്ചിട്ടില്ല നിങ്ങളാരും. എന്താ അമ്മ നിങ്ങളെ അമ്മ അടിച്ചപ്പോ എന്താ ചെയ്തത്? ആ അടിച്ച ഭാഗം ഉഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ തൈലം തേച്ചോ? മരുന്ന് തേച്ചോ? ഇല്ല. കരഞ്ഞു. കരഞ്ഞപ്പോ സുഖായില്ലേ? കരയുന്ന ഒരു ചികിത്സാ രീതി ഉണ്ട്. കരയുന്ന ചികിത്സാ രീതിക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12,000 റുപ്യാണ് വാങ്ങേണ്ട സംശയമുണ്ട്. 8 മണിക്കൂർ ഇരുന്ന് കരയുന്ന ഒരു ചികിത്സ ഉണ്ട് കേട്ടാ. കണ്ണ് കെട്ടിയിട്ട്, നിങ്ങളെ കണ്ണ് മൂടി കെട്ടിയിട്ട് 8 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യിക്കും. കരഞ്ഞിട്ട് ഇങ്ങോട്ട് തീർക്കും സകല കേസും. അങ്ങനത്തെ ചികിത്സ ഉണ്ട്. പക്ഷെ ഒരൊറ്റ തെറാപ്പിക്ക് 12,000 റുപ്യ ഉണ്ട് സംശയമുണ്ട്. 12,000 15,000 വാങ്ങുന്നുണ്ട്. പിന്നെ മ്യൂസിക് തെറാപ്പി. പറഞ്ഞു. മ്യൂസിക് തെറാപ്പിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞത് സർഗം എന്ന ഫിലിമിലുണ്ട്. അത് കാണിക്കുന്നുണ്ട്. മ്യൂസിക് തെറാപ്പിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ. അഭിമാൻ സിനിമയിലും അമിതാഭത്തിന്റെ അതന്നെ അതാണ്. സുംബ ഡാൻസ് ചികിത്സ. സുംബ ഡാൻസ് ട്രീറ്റ്മെന്റ് അല്ല, എക്സസൈസ് ആണ്. എക്സസൈസ് കൊണ്ട് രോഗം മാറിയേക്കാം, പക്ഷെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. ചികിത്സാ രീതികൾ ഒരുപാട് രീതികളുണ്ട്. അത് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു, നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നു ഈ അരോമ തെറാപ്പിക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. സുഗന്ധത്തിന് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെ വീട്ടില് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അല്ലെ? ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ചികിത്സാ രീതിയാണ്. നല്ല ഊത് വാസനിപ്പിക്കുക, അതുപോലെ തന്നെ ചന്ദനം വാസനിപ്പിക്കുക റൂമിലൊക്കെ. അത്രയൊക്കെ പൂശിയിട്ട് നടക്കുക. ഇതൊക്കെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവുന്നില്ല. ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ വീട്ടിലിങ്ങനെ ഒരു കാര്യമില്ലാതെ. എന്താ പ്രശ്നം വെച്ചാൽ ഒരു പ്രശ്നമില്ല, പിന്നെ ഭയങ്കര ടെൻഷനാണ്. അങ്ങനത്തെ വിഷയത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നതല്ലാണ്. ഓക്കെ. ചെയ്യാറുണ്ട് ഞാൻ. അത്ര ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. എന്താണ് കാലത്ത് കുളി കഴിഞ്ഞ്. പിന്നെ വെള്ളം മാത്രം കുടിച്ചിട്ട്, അതായത് ഒരു ദിവസം കംപ്ലീറ്റ് വെള്ളം മാത്രം കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഒരു ഞാൻ ദിവസമല്ല, അത് കേട്ടിട്ടുണ്ട് അങ്ങനെ. ഒരു ദിവസത്തിലപ്പുറം ജലം കൊണ്ട് മാത്രം. അത് രോഗങ്ങളൊക്കെയാണ്. വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വാട്ടർ, പിന്നെ നമ്മൾ നോമ്പ് വെക്കൂലേ, അതേപോലെ വ്രതാണ്. വെള്ളം മാത്രം. അതെ. ഉപവാസം. ഉപവാസം. ഇതില് പുതിയൊരാളുണ്ടായിരുന്നല്ലോ, അസ്ലം ഭായ് ഉണ്ടല്ലോ ഇതില്. അസ്ലം ഭായ് എവിടെ പോയി? ഞാനിങ്ങനെ നോക്കണ ആരത് പറയാത്ത നോക്കുമ്പോ അസ്ലം ഭായിനെ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട്, കറക്റ്റ് കേൾക്കണില്ല. ഓക്കെ. മതി, റേഞ്ച് ഉണ്ടാവും, നാളെ ഉണ്ടാവും, അപ്പൊ സംസാരിച്ചാ മതി. ദിവ്യമ്മ പറഞ്ഞോ? 22 വേഗം പറഞ്ഞോളി, ടൈം
പറഞ്ഞോളി. അതാണ് വെള്ളത്തിനെ കുറിച്ച്. പിന്നെ ചിലവര് അതായത് ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ചില ദിവസങ്ങൾ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മളുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എല്ലാം കുറയാനായിട്ട് ഓക്കെ സാധിക്കും എന്ന് കേട്ടിട്ടുണ്ട്. മനസ്സിലായി. വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിക്കാം. അതന്നെ അത് തന്നെ. ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ ഒക്കെ ആകാം. വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചിട്ട് അത് ഒരു ദിവസം ഒന്നല്ല കേട്ടോ, ഒരാഴ്ച അല്ലെങ്കിൽ 14 ദിവസമൊക്കെ ചെയ്യാം, വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചിട്ട്. പക്ഷെ മറ്റത് കുറച്ച് ഡേഞ്ചർ ആണ് കേട്ടോ. ഏത് വെള്ളം മാത്രം, അത് ചിലർക്ക് എത്ര ഉണ്ട്, വെള്ളം മാത്രം കുടിച്ചിട്ട്. വെള്ളം മാത്രം ചില ആൾക്കാർക്ക് എത്ര ഉണ്ട് പിടിക്കൂല. കാരണം ശരീരത്തിന്റെ മുഴുവൻ വേസ്റ്റിനെയും എടുത്ത് പുറന്തള്ളിക്കോളും. ഒരു ദിവസമൊക്കെ ഓക്കെ, രണ്ടാമത്തെ ദിവസം വെള്ളം മാത്രം കുടിക്കുകയാണെങ്കിലേ ശരീരത്തിന്റെ മുഴുവൻ വേസ്റ്റുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും, പുറത്തിടും ശരീരം. നല്ല രസം ഉണ്ടാവും കാണാനേ, ബാത്റൂമിലൊക്കെ പോലെ. അപ്പൊ ഉള്ള വേസ്റ്റിനെ മുഴുവൻ പുറത്ത് കളയുമ്പോൾ എന്താവും, നല്ല ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള മനഃശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ദിവസം എന്ത് ചെയ്യാം, വെള്ളം മാത്രം. ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദർ ചെയ്യാറുണ്ട്, ഒരു ദിവസമൊക്കെ ചെയ്യാറുണ്ട്. അതെല്ലേ, എന്റെ ബ്രദർ ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ജ്യൂസ് മാത്രം കുടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതെ. ബഷീർ സാർ എന്താ പറഞ്ഞേ? ഈ ജൈനമതക്കാരെ ഉപവാസത്തില് വെള്ളം മാത്രമേ വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളം മാത്രം. അതാണ് വെള്ളം. ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം, 3 ദിവസം 7 ദിവസം അങ്ങനെ. ഡൽഹിയിൽ പോണവര് 40 ദിവസമൊക്കെ. അതെ 40 ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം അയാൾ എന്താവും, ക്ലിയർ ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ചൊന്നും വേസ്റ്റ് ഒന്നും ശരീരത്തിൽ ഉണ്ടാവില്ല. വെള്ളം മാത്രമാണ് കുടിക്കുന്നത്, ശുദ്ധജലം മാത്രം. മറ്റത് പിന്നെയും ഓക്കെ, മറ്റത് 7 ദിവസം 14 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചിട്ട്. കാരണം ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, വിശപ്പിന് സാധനം കിട്ടിയിട്ടുണ്ടല്ലോ, വേവിച്ചതില്ലാന്നുള്ളൂ. ഞാൻ ചെയ്തിട്ടുണ്ട് സർ, 14 ദിവസം ഫ്രൂട്ട്സിന്റെ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 7 ദിവസമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ, ചോറില്ല എന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വേവിച്ചതില്ല, വേവിക്കാത്തത് ഇഷ്ടം പോലെ കഴിക്കാണ്ട്. മറ്റത് ഭക്ഷണം ഇല്ല, വെറും വെള്ളം മാത്രമാണ്. ഇവിടെ നവരാത്രി സമയങ്ങളിൽ ഇവിടെ 9 ദിവസം സ്ത്രീകൾ ചെയ്യുന്നതാണ് ഈ ഫ്രൂട്ട്സ് മാത്രം 9 ദിവസം കഴിക്കുക നവരാത്രി ദിവസങ്ങളിൽ. നവരാത്രി. ഓക്കെ. നല്ലതാണ്. അതെ. അത് കഴിഞ്ഞിട്ട് അവര് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് അവര് രാത്രി ഗർഭ കളിക്കാൻ പോകും, ഡാൻസ് കളിക്കാൻ പോകും. അതും 2-3 മണിക്കൂറൊക്കെയാണ്. ചിലര് വെളുപ്പിന് വരെ കളിക്കും. അത് ഒരു ശക്തി, മനഃശക്തിയാണ് പ്രധാനം. അതിന്റെ ബേക്കിലുള്ള രഹസ്യം മനസ്സിലാക്കിയ നിങ്ങള്, ശരീരം ശുദ്ധമാകുമ്പോഴാണ് ശുദ്ധമായ മനസ്സുണ്ടാകുന്നത്. ശുദ്ധമായ മനസ്സുണ്ടാകുമ്പോഴാണ് ശുദ്ധമായ ആത്മാവ് ഉണ്ടാകുന്നത്. പോണില്ല, പോയാല് നമുക്ക് മനസ്സിലാക്കാം, ശരീരം ശുദ്ധമാക്കണം, അപ്പോഴേ മനസ്സ് ശുദ്ധമാകുള്ളൂ. മനസ്സ് ശുദ്ധമാക്കിയാൽ മാത്രമേ ആത്മാവ് ശുദ്ധമാകുള്ളൂ. മനസ്സ് ശുദ്ധമാക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഐ ലവ് ആൾ, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം. താങ്ക് യു. ആ വയസ്സൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാത്തതിന് എന്നോടും താങ്ക് യു. വിഷയം മാറും, വേറെ പറയും. ഈ സൈലന്റ് ആയിട്ട് ഒന്നും കേട്ടില്ല, ഒരാൾ പറയും. ആരാണ്? നല്ലൊരു സ്നേഹ പരിചരണത്തിലൂടെ നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ പറ്റും. അസുഖങ്ങൾ മാറ്റാൻ പറ്റും, സ്നേഹത്തിലൂടെ മാറ്റാൻ പറ്റും. ലവ് തെറാപ്പി, സ്നേഹിക്കുക എന്നുള്ളത് ചികിത്സയാണ്. ഒരാള് ഒരു ചെറിയ വിഷമത്തിലിരിക്കുമ്പോ അങ്ങനെ വേണം, ഞാൻ അന്നേനെ പറഞ്ഞില്ലേ, ഇല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? മണി സാറിന് അങ്ങനെ വേണം, ഞാൻ അന്ന് പറഞ്ഞു ബി മാജിക്കിന്റെ കൂടെ കുടിക്കോ കേട്ടില്ല, അപ്പൊ എന്തായി? ഇങ്ങനെയല്ലേ നമ്മള് പറഞ്ഞത്? ഇത് മാറ്റണം നമ്മള്. സാരല്ല മണി സാറ്, ഇനി ഞമ്മക്ക് എത്ര അവസരമുണ്ട്, നിങ്ങൾ വരി, ഞാൻ ശരിയാക്കി തരാന്ന് പറയുമ്പോ പ്രശ്നം അവിടെ തീരും. നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ സ്നേഹത്തിന് ചികിത്സിക്കേണ്ട സൗകര്യമുണ്ട്. വേറെ 3 മിനിറ്റ് ഉള്ളൂ, 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം. രഞ്ജിത്ത് പറഞ്ഞില്ല?
ഷീന പറഞ്ഞ ഷീന സെമീറോടെ സെമീറ മാറിയിരിക്കുന്നുണ്ടോ? ഷീന പറഞ്ഞല്ലേ? പിന്നെ സാറേ ടച്ച് തെറാപ്പി ഇല്ലേ, ടച്ച് സ്പർശനം മസാജ് പോലെ തന്നെ. ഉണ്ട് ടച്ച് ഉണ്ട്. പിന്നെ വേറെ നിശബ്ദമായിട്ടിരുന്നിട്ട് സൈലൻസ് അങ്ങനെ എന്തെങ്കിലും ധ്യാനം അതാണ് ധ്യാനം. ഓക്കെ ധ്യാനം അത് നമ്മൾ പറഞ്ഞു. അത് ഈ ഫുൾ ഡേ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ. ഫുൾ ഡേ അല്ല, 10 നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. 10 ദിവസം 20 ദിവസമൊക്കെ 10 ദിവസം 20 ദിവസമൊക്കെ ആയി. ഈ ഇലകൾ മാത്രം കഴിച്ചിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട്. പച്ചിലകൾ മാത്രം കഴിച്ചിരിക്കുന്നത്, ഒരു ഭക്ഷണവും കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, സൂര്യപ്രകാശം മാത്രം എനർജി ആക്കി എടുത്തിട്ട് ധ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ പിടുത്തം വിട്ട കേസാണ്. നമ്മളൊന്നും ആ ഭാഗത്തേക്ക് ചിന്തിക്കേ വേണ്ട. ഏയ് എന്നെ കൊണ്ട് കഴിയൂല, നിങ്ങളെ കൊണ്ട് രാവിലെ നോക്കി നിൽക്കുന്ന ആൾക്കാർ സൂര്യപ്രകാശം മാത്രം എനർജി ആക്കി, വെള്ളമില്ല ഭക്ഷണവും ഇല്ല. അവര് മെഡിറ്റേഷനിലാണ്, 1.5 മെഡിറ്റേഷൻ. എന്നെ കൊണ്ട് കഴിയൂല കേട്ടാ. ഞാൻ സോറി, നിങ്ങൾക്ക് കഴിയണം. പലജാതി മെഡിറ്റേഷൻ ഞാൻ പോയി നോക്കിക്കട്ടെ. ഇതൊക്കെ പിടുത്തം വിട്ട കേസാണ്. ഓരോരുത്തര് ഭൗതിക ലോകമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടാവില്ല. ഭൗതിക ലോകമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടാവില്ല. അതിന്റെ അവരൊക്കെ ബേക്കിൽ പോയിട്ടുണ്ട്. നമ്മൾ പ്രാന്തായി പോകും മക്കളെ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മറ്റേ ഇവരൊക്കെ പിന്നെ അഗോരിസം പിടുത്തം വിട്ട കേസാണ്. നമുക്കൊന്നും ഒരിക്കലും അടുക്കാൻ പറ്റാത്ത ജാതി കേസാണ് അഗോരികളൊക്കെ. ഈ കുംഭമേള എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അതിന്റെ ബേക്കിൽ നടക്കുന്ന ആളുകളെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? വല്ലതും അറിയോ? കുംഭമേള എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങള്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സ്വാമിമാരുണ്ട്. അവരുടെ ജീവിതശൈലി ആർക്കെങ്കിലും അറിയോ? ഒന്ന് പോയി വെക്കാണ്, എങ്ങനെ ഉണ്ട് അറിയാലോ. അതൊക്കെ പിടുത്തം വിട്ട കേസാണ്. നമ്മൾ ചർച്ച ചെയ്യേ വേണ്ട. കാരണം നമുക്ക് എത്തിപ്പെടാൻ കഴിയൂല, അത്രക്കും ദൂരത്താണ്. അപ്പൊ താങ്ക് യു മുഫീദ. ടൈം താങ്ക് യു റസാഖ് സർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു റോളും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് റസാഖ് സാറും ടീമും സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ സെഷൻ എല്ലാവരും സംസാരിക്കുകയും ചെയ്തു. എല്ലാവരും അവരുടേതായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, നിങ്ങൾക്ക് അറിയാവുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ നിങ്ങൾ എങ്ങനെയാ ഇത് പറയാൻ ഇന്നത്തെ ഒരു സെഷനെ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ജസ്റ്റ് ഇന്നത്തെ സെഷൻ പെട്ടെന്ന് വേണം. ചാറ്റ് ചെയ്തോളൂ. ഗ്രൂപ്പിലൊക്കെ അറിയിക്കട്ടോ. ഗ്രൂപ്പിലൊക്കെ അറിയിക്കാം. എൻസൈക്ലോപീഡിയ. വെരി ഗുഡ്. ഓക്കെ, എക്സലന്റ്, അടിപൊളി, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ചാറ്റ് ബോക്സിൽ പറയണേക്കാളും ഡയറക്റ്റ് പറയാം. നല്ല റസാഖ് സാറ് അതിനെന്ത് ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുകയാണ്. കാരണം സാർ അത്ര ഗഗനമായി ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ട് വരിക. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താണോ ഭയങ്കര ഒരു സമാധാനമാണ്, ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അതിന്റെ കാര്യം പറയാൻ ഞാൻ നല്ലൊരു എനർജി ഒക്കെ കിട്ടാറുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്ത സാർ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. താങ്ക് യു. എല്ലാവരും റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ടൈം ഒരുപാട് ആയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയാം. അപ്പം ഇന്നത്തെ ഒരു സെഷൻ എടുത്ത റസാഖ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. Okay, have a nice day. Bye. Thank you, Rafik sir. Thank you. Thank you all.